ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുമ്പളം വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് സാംസങ് പുതിയതായിട്ട് ഇറക്കിയ A15 5G എന്ന ഫോണിൻ്റെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, സാംസങ് റീസെൻ്റ്ലി പുറത്തിറക്കിയ രണ്ട് 5G ഫോണുകളാണ്. ഒന്ന് A25 5G ഒന്ന് A15 5G. അതിൽ A15 5Gയുടെ എങ്ങനെയുണ്ട് എന്നുള്ളൊരു ഇത് നമുക്ക് നോക്കാം. ഓക്കെ, A15 5G എന്ന സാംസങ് രണ്ട് വേരിയൻറ്റിലാണ് ഇറക്കിയിരിക്കുന്നത്. ഒന്ന് 8/256 എന്നുള്ള സ്റ്റോറേജിലും രണ്ടാമത്തത് 8/128 എന്ന സ്റ്റോറേജിലാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് 8/256 GB എന്നുള്ള ഇതിലേക്ക് വരുമ്പോഴേക്കും ഏകദേശം അതിൻ്റെ പ്രൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 22,500 8/128 എന്ന് പറയുമ്പോൾ ഏകദേശം 19,500 എന്നുള്ള ഒരു പ്രൈസിങ്ങിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഞാൻ മേടിച്ചേക്കുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8/128 ആണ്. ഇതിന് 19,500 പ്രൈസ് വന്നത്. പിന്നെ എന്തോ ഞാൻ മേടിക്കുന്ന സമയത്ത് SBI കാർഡിനാണെങ്കിൽ ചെറിയൊരു ഓഫർ ഉണ്ടായിരുന്നു. 1500 ഒരു ഓഫർ ഉണ്ടായിരുന്നു. ഈ ഫോൺ എൻ്റെ കവറിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ 5G ഫോണാണ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ക്യാമറ, മെയിൻ ക്യാമറ വരുന്നത് റിയലിൽ 50 മെഗാപിക്സലിൻ്റെ, ഫ്രണ്ട് ക്യാമറ വരുന്നത് 80 മെഗാപിക്സലാണ്. അത് ക്യാമറയിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇതിൽ ബാറ്ററിയുടെ വരുന്നത് ഒരു 5000 mAh ബാറ്ററിയാണ് വരുന്നത്. ഇതൊരു സാംസങ്ങിൻ്റെ നോർമൽ ഇതുപോലെ തന്നെ ഒരു സിമ്പിളായിട്ടുള്ളൊരു പൗച്ചിലാണ് വരുന്നത്. കാരണം ഇതിൽ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ ആകെ ഫോണ്, ദെൻ C ടൈപ്പ് കേബിൾ ഉണ്ട്, C to C ചാർജിങ് പോർട്ട് ഉണ്ട്, പിന്നെ വരുന്നത് സിം ഇജക്ടർ, പിന്നെ യൂസർ ഗൈഡും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോക്സും കണ്ടെയ്നേഴ്സിനെ പറ്റി പറയാനായിട്ട്. പിന്നെ നമുക്ക് ഫോണിലേക്ക് വരാം. ഫോണിൽ ഇപ്പോൾ നമ്മൾ നോർമൽ സാംസങ് ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ പോലെ തന്നെയാണ് ഇതിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ S23 അതേപോലെയുള്ള കുറച്ച് മോഡലുകൾ കണ്ടേക്കുന്ന പോലെയാണ്. ഇതിൽ മെയിൻ ക്യാമറ 50 മെഗാപിക്സലിൻ്റെയും ഇത് 5 മെഗാപിക്സൽ 2 മെഗാപിക്സൽ ഇതിലാണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുവാണെങ്കിൽ ഒരു 13 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് വരുന്നത്. ഇതിൻ്റെ ഷേപ്പ്, സൈഡിൽ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം സ്ക്വയർ ആയിട്ട് പ്ലെയിൻ ആയിട്ടുള്ളൊരു ഷേപ്പിലേക്കാണ് വരുന്നത്. ഇതിപ്പോൾ ഒരു കോമൺ പാറ്റേൺ ആയിട്ട് സാംസങ്ങിൻ്റെ ഫോണിൽ കാണുന്നുണ്ട്. നമ്മൾ S23 അതുപോലെയുള്ള ഫോണുകളിലൊക്കെ കാണുന്ന പോലത്തെ ഒരു കോമൺ പാറ്റേൺ. ഇത് പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഇതിൽ വരുന്നത് C ടൈപ്പാണ് വരുന്നത്. ചാർജിങ് അത് 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിവിടെ ഹെഡ്ഫോണിൻ്റെ ജാക്ക് കണക്ട് ചെയ്യാനുള്ളൊരു പോയിന്റ് ഉണ്ട്, ബട്ട് ഹെഡ്ഫോൺ പ്രൊവൈഡ് ചെയ്യുന്നില്ല. സ്പീക്കർ താഴത്താണ് വരുന്നത്. പിന്നെ ഇതിൽ ഫിംഗർ പ്രിൻ്റ് ഉണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു ചെറിയൊരു ഷേപ്പ് റൗണ്ട് ആക്കിയിട്ട് കാണിക്കുന്നുണ്ട്. ഫിംഗർ പ്രിൻറ്റ്സ് സൈഡിലാണ് വരുന്നത്. പിന്നെ വോളിയം എല്ലാവർക്കും അറിയാവുന്നല്ലോ, വോളിയം ഇത് പവർ ബട്ടണായിട്ട് ഫിംഗർ പ്രിൻ്റ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എബൌട്ട് ഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് കുറച്ച് ദിവസമായി, ഏകദേശം ഒരു 2 വീക്സോളം ആയിട്ടുണ്ട്. ഇത് അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി തന്നെയാണ് ഫോൺ വരുന്നത്. ഇതിൻ്റെ ബാറ്ററി ചാർജ് എന്ന് പറയുന്നത് 5000 mAh എന്ന് പറഞ്ഞു. അപ്പോൾ നോർമൽ യൂസിന് നമുക്ക് പറ്റും. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുഴപ്പമില്ല, സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ടച്ച് റെസ്പോൺസ് വലിയ കുഴപ്പമില്ലാതെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബാറ്ററി അത്യാവശ്യം നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5000 mAh ആയതുകൊണ്ട് ഒരു ദിവസം 1.5 ദിവസത്തെ ഇതിനൊക്കെ നോർമൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പുകൾ. അത്യാവശ്യം ഹാങ് ആവാതെ ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 200 ഗ്രാമിൻ്റെ അടുത്താണ് വരുന്നത്. പിന്നെ അതിന് പൗച്ചും അതുപോലെ തന്നെ സ്ക്രീൻ ഗാർഡും കൂടി പ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ അത്യാവശ്യം ഒരു നല്ല വെയിറ്റ് ഉണ്ടാവും. നമ്മൾ ഹെഡ്ഫോൺ യൂസ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തോന്നുന്നില്ല കൂടുതൽ ഫ്രീക്വൻ്റ് ആയിട്ട് കോൾസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കുറച്ച് വെയിറ്റ് കൂടുതലുണ്ട്. അപ്പോൾ അത് ആ ഒരു റെഗുലറായിട്ട് കോൾസ് ഇതൊക്കെ എടുക്കാൻ നേരത്ത് ഫോണിൽ തന്നെയാണ് സ്പീക്കർ യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതിൻ്റെ സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമ്മും ഒരു എന്താ പറയുക SD കാർഡ് യൂസ് ചെയ്യാം, മെമ്മറി കാർഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ 2 സിമ്മ് യൂസ് ചെയ്യാം. നാനോ സിം യൂസ് ചെയ്യാവുന്ന പോർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. 2 സിമ്മും മെമ്മറി കാർഡും ഒന്നിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ഒരു സിമ്മ് അതുപോലെ തന്നെ മെമ്മറി കാർഡ്, അല്ലെങ്കിൽ 2 സിമ്മ് ഉപയോഗിക്കാനുള്ള പോർട്ടാണ് ഉള്ളത്. ഇതാണ് നമ്മുടെ ഫോണിനെ പറ്റിയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അധികം വലിച്ചു കിട്ടുന്നില്ല, അധികം ബോറടിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിരുന്നു എന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.